അപ്പോൾ ഹലോ ഗൈസ്, വെഡ്ഡിംഗ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടിമണീസൊക്കെ തിരിച്ച് വീട്ടിൽ അങ്ങനെ 2-3 ദിവസത്തെ ബഹളത്തിന് ശേഷം വീട് ശാന്തവും ശോകവും ആകാൻ പോകും. ഇതാണ് മൂത്ത ആള്, ചിറ്റയുടെ ശിങ്കിടി എന്നാണ് അറിയപ്പെടുന്നത്. ചിറ്റ കിണറ്റി പോയി ചാടാൻ പറഞ്ഞ അപ്പ ചാടും, അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള ആളാ. പൂവിനോട് ഹായ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ട്രോളാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ പാഴാക്കാറില്ല. ചെറിയ ചെറിയ ഇങ്ങനത്തെ ബഹുമതികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. എൻ്റെ ഐഡിയാസൊക്കെ ഞാനിവിടെ ട്രൈ ചെയ്യും. എൻ്റെ ഒഫീഷ്യൽ മോഡലാണിത്. മൂത്ത ആൾക്കാരെക്കാളും ഇളയവർക്ക് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇളയാൾ. കുളി കഴിഞ്ഞ് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. അതാണ് തലമുടി ഇങ്ങനെ ഇരിക്കുന്നത്. പളനി പോയി മുട്ടയടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. എങ്ങനെയാ ഇതൊക്കെ നഴ്സറി പോയി പഠിച്ചാന്നോ തോന്നണേ. തലമുടി ഇങ്ങനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അതുകൊണ്ട് അമ്മ പിടിച്ച് കെട്ടി വയ്ക്കും. പിന്നെ ഈ ബാഗ് മഹാറാണിയിൽ നിന്ന് മേടിച്ചതാണ്. നല്ല ഭംഗി അത് കാണാനായിട്ട്. 500 രൂപ എന്താണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ്. അതുകൊണ്ടാണ് ഇപ്പോൾ എവിടെ പോയാലും പോകുന്നത്. പിള്ളേരൊക്കെ കൊച്ചിക്കാരാണ്. സൈക്കിൾ ചവിട്ടാനായിട്ട് നമ്മുടെ മുറ്റത്താണ് കുറച്ചുകൂടെ സൗകര്യങ്ങളുള്ളത്. അതുകൊണ്ട് സൈക്കിൾ വരെ എടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പണ്ട് വെക്കേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അമ്മ വീട്ടിലേക്ക് ഓടുമായിരുന്നു. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആകെ ശോകമായിരുന്നു. പെട്ടെന്ന് എന്തോ ആലോചിച്ച് വിജൃംഭിച്ച് പോയെന്നാണ് തോന്നണേ. ഈ പ്രായത്തിൽ എന്താ ഇനി മാത്രം ആലോചിക്കാനുള്ളതല്ലേ? ഞാനൊന്നും ഈ പ്രായത്തിലൊന്നും ആലോചിച്ചിട്ടില്ല. ഇപ്പോഴും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ചില പ്രത്യേക സാഹചര്യങ്ങൾ അങ്ങനെ നാണമൊക്കെ വരും കേട്ടോ. ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിട്ട് പോകാൻ നേരത്താണ് സൈക്കിൾ ഓടിച്ച് പഠിക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യലാണ് തലേ ദിവസത്തെ മീൻകറി, അച്ചാറ്, ചമ്മന്തി. ഈ ചമ്മന്തിക്ക് പിള്ളേർ പറയും പേപ്പർ പോലെ ഇരിക്കുന്നു. അമ്മാമ്മയുടെ പേപ്പർ ചമ്മന്തിയാണിത്. പിന്നെ കോവയ്ക്കുണ്ട്. ഇതിവിടെ ഉണ്ടായതാണ്. അതിൻ്റെ തോരനൊക്കെ കൂട്ടി നല്ലപോലെ ചോറുണ്ടിട്ടാണ് അങ്ങോട്ട് പറഞ്ഞു. ഉടുപ്പിന് ഇച്ചിരി സൈസ് കൂടിപ്പോയി. പക്ഷെ പുള്ളിക്കാരിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇന്നത് ഇടിപ്പിച്ചു. നമ്മൾ നക്ഷത്രമൊക്കെ തൂക്കി. പിള്ളേരൊക്കെ ഇനി ക്രിസ്മസിനെ പിന്നെ ഞാൻ പറയണ പോലെയൊക്കെ എനിക്ക് പോസ് ചെയ്ത് തരും. ഇവർ വന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ ഗാലറി ഫുള്ള് ഇവരുടെ ഫോട്ടോസും വീഡിയോസും മാത്രമായിരിക്കും. ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരി അധികം നേരം വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. അപ്പം തന്നെ ടാറ്റ പോകും. കുഞ്ഞിലെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു 10 രൂപ അച്ഛൻ തന്നുവിടുമായിരുന്നു. അതേപോലെ തന്നെ ഇവർക്കും കൊടുത്തുവിടും മിഠായി മേടിക്കാൻ വേണ്ടി. ഈ സാധനം പയ്യെ ഇവിടുന്ന് കടത്താനുള്ള പരിപാടിയാണ്. ചെറുപ്പത്തിൽ വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാനൊക്കെ ഒട്ടുക്കത്തെ കരച്ചിലായിരുന്നു. എന്താ ആ പ്രതിഭാസം ഇവിടെ തുടങ്ങാത്തതെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടെയും തുടങ്ങി. ഈ കരച്ചിലിൻ്റെ കാരണം ഞാനിവിടെ നിൽക്കുന്നതാണ് പുള്ളിക്കാരിക്ക് ഏറ്റവും വലിയ. ഇവരങ്ങ് പോയി കഴിയുമ്പോൾ ഇവരുടെ പല പല സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വരിയിട്ടുണ്ടാവും. അത് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടവും ഇവർ മിസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.